ഡോക്ടറെ, പല ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് വളരെ ഹാർഡ് വർക്കിങ്ങിലൂടെ ഒരുപാട് കാലത്തെ എഫേർട്ടായിട്ട് വളരെ ഉന്നതിയിലെത്തുന്നതാണ്. ചിലവർ വളരെ പെട്ടെന്ന് മൂക്കുത്തി വീണാണ്. യെസ്, എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? അതായത് നമ്മളിപ്പോ ഒരു സ്കൂളിലും പോയിട്ട് പഠിച്ചിട്ട് നമ്മളൊരു വിജയിക്കാൻ പ്ലാൻ ചെയ്ത് വിജയിച്ചവരല്ലല്ലോ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇനോർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യുക. രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും ഒക്കെ. ഞാൻ ബിസിനസിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. അപ്പൊ നമ്മൾ പഠിക്കാത്തൊരു പാടാണ് ബേസിക്കലി സക്സസ് മാനേജ്മെന്റ് എന്ന സാധനം. അതായത് വിജയിച്ചാൽ എന്തൊക്കെയാണ് എൻ്റെ ഉത്തരം. സാധാരണക്കാരനും ജീവിതത്തിൽ നല്ല പൈസയും പദവിയും പ്രശസ്തിയുള്ളവന്റെയും രണ്ടുപേരുടെയും ഉത്തരവാദിത്തങ്ങളും റോളുകളും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ചെറിയ ചെറിയ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇത് വെച്ച് പറഞ്ഞു. ആദ്യമായിട്ട് നമുക്കിപ്പോൾ പൈസ ഇല്ലാത്ത കാലത്ത് നമ്മൾ ചിലപ്പോൾ പള്ളിയിൽ പോയിണ്ടാവും, അമ്പലത്തിൽ പോയിണ്ടാവും, തെറ്റുകളൊന്നും ചെയ്യലുണ്ടാവില്ല, കള്ളുടിക്കലുണ്ടാവില്ല, പൊണ്ണുടിക്കലുണ്ടാവില്ല, ഒന്നും ചെയ്യലുണ്ടാവില്ല. കുറെ അക്കൗണ്ടിൽ പൈസ ഒക്കെ വന്ന് സെറ്റായി 10 കോടി ബാലൻസ് വരുമ്പോൾ നമുക്ക് തോന്നും ലേശം കള്ളൊക്കെ ആവാം, ഇപ്പൊ പൈസ ഉണ്ടല്ലോ, ലേശം പെണ്ണൊക്കെ ആവാം, അല്ലെങ്കിൽ പലിശ ലേശമൊക്കെ ആവാൻ പൈസക്കാരനാണല്ലോ. അപ്പൊ ഈ ഒരുപാട് പൈസ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഹങ്കാരമാണ്. പണ്ട് ശരിയല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് ശരിയാണെന്നുള്ളൊരു തോന്നൽ. അത് പൈസന്റെ ഹുങ്കും അഹങ്കാരമാണ് കേട്ടോ. അതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു വാട്സപ്പ് ടെക്സ്റ്റോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജോ ഏതെങ്കിലും ഒരു ഇതിൽ പോയിട്ട് വീഴുക. പിന്നെ നമ്മൾ ചിലപ്പോൾ അപ്പം 100, 200, 1000 കോടി ഇൻവെസ്റ്റ് ചെയ്ത വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ MD ആയിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ ഒരുമാതിരി തേർഡ് ക്ലാസ് കളി കളിക്കുന്നത്. അതായത് പണ്ട് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന ഒരു പൂവാലക്കളി ഉണ്ടല്ലോ, ആ പൂവാലക്കളി 1000 കോടി ബിസിനസിന്റെ ഓണർ കളിക്കാൻ പാടില്ല. അതായത് നമ്മൾ എത്രത്തോളം വളരുന്നോ, അല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ കളി കളിക്കണോ, നിങ്ങൾ വളരാൻ നിൽക്കണ്ട, സാധാരണക്കാരനായ 1500 ജോലി ചെയ്തോളൂ. നിങ്ങൾ ആരും നിങ്ങളെ കളിയും സമൂഹമായിട്ട് ബന്ധമല്ല. അതല്ല, നിങ്ങൾക്ക് വളരണോ, വലിയ സാമ്രാജ്യത്തിന്റെ ബ്രാൻഡിന്റെ ഉടമയാവണോ, അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മളെ മൂല്യങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീഴുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത ആയിരക്കണക്കിന് കോടികളും ജോലി ചെയ്യുന്ന 1000, 2000, 3000 ഉള്ള എംപ്ലോയീസ് എല്ലാവരും ഒപ്പുകുത്തി വീഴും. അപ്പം സമ്മറി എന്താണെന്ന് വെച്ചാൽ വളരുന്നതിനനുസരിച്ച് എന്ത് കൂടും? ഉത്തരവാദിത്വം കൂടും, വീഴ്ചയുടെ ആഴവും കൂടും, അല്ലെങ്കിൽ ആഘാതവും കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മനുഷ്യനായി നടക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം. വളർന്നിടത്തോളം നമ്മൾ മൂല്യങ്ങൾ സാധാരണ വളരുന്നിടത്തോളം മൂല്യങ്ങൾ നമ്മൾ വള്ളം ചേർക്കുക. അതാണ് ഈ മൂക്കുത്തി വീണത്. വളരുന്നിടത്തോളം മൂല്യങ്ങളിലുള്ള ശക്തി കൂടി വരണം. അതിലുള്ള ഫോളോയിങ് അല്ലെങ്കിൽ വീഴും. മറ്റൊരു പ്രധാന രസകരമായ സംഭവം, നമ്മൾ കച്ചവടം ചെയ്ത് അക്കൗണ്ടിൽ, കമ്പനി അക്കൗണ്ടിൽ, നമ്മളെ അക്കൗണ്ടിലല്ല, 10 കോടി 20 കോടി 30 കോടി ഇങ്ങനെ പ്രൊജക്ട് ഇങ്ങനെ വരുമ്പം നമ്മളെ വിചാരം ഈ പൈസ ഒക്കെ ആരതാണെന്നാണ്. ഇതിൽ 10% അല്ലേ നമ്മളതുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് ഒരു 6%, 7%, 8%, 10% ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ അക്കൗണ്ടിൽ പൈസ കാണുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിളക്കും. എന്നിട്ട് വലിയ കാറ്, വലിയ 10,000 സ്ക്വയർ ഫീറ്റ് വീട്, താങ്ങാൻ കഴിയാത്ത എന്തിനാ കാറ്, അതല്ലെങ്കിൽ വലിയ വലിയ ടൂറുകൾ, അങ്ങനെ ആയിട്ട് നമ്മൾ പൈസ കിട്ടുന്നതിന് പറയാം അമ്മാനമാണ്. പിന്നെ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ, സപ്ലയേഴ്സിന് പൈസ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് നമുക്കറിയാത്ത ആഫ്രിക്കയിലെ ഗോൾഡ്, അല്ലെങ്കിൽ അവിടെ കോറി, അത് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആകാശ ബിസിനസ്സുകളുണ്ട്. എക്സൽ ഷീറ്റിൽ കാണിച്ചു കൊടുക്കുന്ന കണക്കുകളിൽ ആകാശ ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ഈ 30 കോടിയുള്ള കമ്പനി അത് ആഫ്രിക്കയിൽ ഗോൾഡ് എടുത്താൻ പോകും. അവിടുന്ന് ഗോൾഡ് ഇങ്ങോട്ട് ദുബായിക്ക് കൊണ്ടുവരാനേ. ഇപ്പൊ കേരളത്തിലെ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് പൊട്ടി തരിപ്പണമായ ടൈമിലാണല്ലോ ആഫ്രിക്കയിൽ നിന്ന് ഗോൾഡ് വാങ്ങാൻ പോയത്. അങ്ങനെ ഒരു ബിസിനസ് ഇല്ല സത്യത്തില്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബിസിനസ് ഇല്ല. അപ്പൊ ആരോ പറയുന്നത് കേട്ട് പൈസ കയ്യിലുണ്ടാവുമ്പോ തനിക്കറിയാത്ത ബിസിനസ്സിൽ പോയിട്ട് പൈസ ഇടും. അവിടെ 8 പൊട്ടുമ്പോ അവിടെ മാത്രമല്ല മക്കളെ പൊട്ടുക. ഇത് ആരെ പൈസയാണ്? മര്യാദക്ക് നടന്ന് മര്യാദക്ക് ലാഭത്ത് പോണം, നമ്മളാക്കിയ ബിസിനസിന്റെ പൈസയായി പോണം. അതോടുകൂടി നമ്മൾ ഇല്ലാണ്ടാവും. കോർ ബിസിനസ് ഫോക്കസ് മാറി വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് പൈസ ഉണ്ടോ, നിങ്ങൾക്ക് വളരണോ, കോർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓൾറെഡി ലാഭം വരുന്ന ബിസിനസ് അല്ലേ അത്. നിങ്ങൾക്ക് 10 സ്റ്റോർ ഉണ്ടെങ്കിൽ അത് 100 സ്റ്റോർ ആക്കുക. അതിനൊരു വിഷൻ സെറ്റ് ചെയ്യും. അതിൽ വെറുതെ കുറെ അവിടെ ഇവിടെയും വീശല്ലേ. സ്വന്തം ബിസിനസ്സിന് 100 ഷോപ്പ്, 1000 ഷോപ്പ്, 500 ഷോപ്പ് വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്യും. അതിന് 100 കോടി, 500 കോടി, 600 കോടിന്റെ വിഷൻ സെറ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യും. കാരണം നമുക്ക് അറിയുന്ന പണിയാണേ. അപ്പൊ ഇദ്ദേഹം ബ്രോസ്റ്റിന്റെ അടുത്ത് മറ്റേ ഷവർമന്റെ കടയാണ്, ബ്രോസ്റ്റിന്റെ കടയാണ്, അതൊരു 100 ഔട്ട്ലെറ്റ് വർക്ക്. നിങ്ങൾ പോയിട്ട് എന്താക്കല്ലേ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങല്ലേ. പിന്നെ നമ്മൾ വിജയിച്ചു വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു വലിയ അറിയാതെ പറ്റുന്ന ഒരു തെറ്റാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ ഫാമിലി ഭയങ്കര ക്ഷമയുള്ളവരാണ്, നമ്മളെ അവർക്ക് മനസ്സിലാകും, അതുകൊണ്ട് അവർക്ക് ഞാൻ കാറും വീടും ഇതും ബംഗ്ലാവും പൈസയും സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടില്ലേ, അതൊക്കെ ഞാൻ ഓക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ ബിസിനസ് ചെയ്യണ്ടേ. ഞാൻ കച്ചവടത്തിന് പോയിട്ടാണല്ലോ എന്താവണത്, ഇതൊക്കെ ഓക്ക് ഉണ്ടാണത്. അതുകൊണ്ട് പിന്നെ എനിക്ക് എന്തൊക്കെ പെരേക്ക് പോകാതൊക്കെ പെണ്ണുങ്ങളെ നമ്മൾ അറിയാതെ നമ്മൾ ബിസിനസ്സിനെ സ്നേഹിക്കുകയും
ഫാമിലിയിൽ നിന്ന് നമ്മളറിയാതെ നമ്മൾ അവരെ നെഗ്ലക്ട് ചെയ്ത് പോവുകയും ചെയ്യും. ഓള് കുറേ കാലമൊക്കെ പിടിച്ചിരിക്കും. പക്ഷെ ഒരു കാലം വരും, അതൊരു യൂഷ്വലി ഒരു ഏജ് ഒരു 35-40 വയസ്സിലൊക്കെ ഉണ്ടാവുക, 40-45 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുക. ഒന്നും ഉണ്ടാകാതെ ഒരു പോക്കുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ കോടീശ്വരനാണ്, ഓള് പോയാൽ എനിക്ക് പുല്ലാണ്, ഞാൻ വേറെ പെണ്ണിട്ടെന്നൊക്കെ തോന്നും. അഹങ്കാരം ഈഗോ ഉണ്ടാവും. ഒന്ന് പോയോക്കെ ഇന്നുള്ള ഈ പ്രശസ്തിയും ഈ പൈസയും ഈ മനസ്സമാധാനവും ഈ സമ്പത്തും ഈ എല്ലാം നമ്മളെ സുഹൃത്തുക്കളും ഈവൻ എന്ത് പറയുന്ന അറിയോ? അപ്പൊ ഈ അടുത്തൊരാൾ പറഞ്ഞിട്ടില്ലേ, അതായത് അദ്ദേഹത്തിന്റെ ഫാമിലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ടാറിന് പോയി. അപ്പൊ അയാളുടെ അയാളിനോട് കണ്ണീരോട് കൂടി പറഞ്ഞ സാധനം എന്താണെന്നറിയോ? അയാളുടെ സുഹൃത്തിന്റെ ഉമ്മ, ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് നമ്മൾ ചെഡ്ഡി ദോസ്ത് എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ കളിച്ചു വളർന്ന ദോസ്തിന്റെ ഉമ്മ അവനോട് പറഞ്ഞല്ലോ, ഇനി നാളെ മുതൽ അവൻ്റെ ഒപ്പം നടക്കരുത്. അതായത് നമ്മളുടെ എല്ലാം പോകുന്നുള്ളതിന്റെ സമൂഹത്തിലെ വാല്യൂ കംപ്ലീറ്റ് പോയി. ചിലപ്പോ നമ്മളെ അളിയൻ പറയുന്നത് എന്റെ ആങ്ങളെ ശരിയില്ല കേട്ടോ, ഓൻ കൊണ്ടയാക്കി അന്നെ ഞാൻ കൊണ്ടയാക്കുന്നൊക്കെ പറയില്ല. അതായത് ചുറ്റും ഉള്ള എല്ലാം നമ്മളെ ജോബ്, നമ്മളെ സമ്പത്ത്, നമ്മളെ സമാധാനം, നമ്മളെ ബിസിനസ്, നമ്മളെ ആരോഗ്യം, ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് ആരോഗ്യം ഉണ്ടാവും, കുടുംബം ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, കുട്ടികൾ തള്ളിപ്പറയും, അയൽവാസികൾ തള്ളിപ്പറയും, ഉമ്മയും ബാപ്പയും തള്ളിപ്പറയും, എംപ്ലോയീസ് തള്ളിപ്പറയും, നാട്ടുകാർ തള്ളിപ്പറയും, മക്കൾ തള്ളിപ്പറയും, സുഹൃത്തുക്കൾ തള്ളിപ്പറയും. അങ്ങനെ തുടങ്ങി നമ്മൾ 10 പൈസക്കില്ലാത്ത മനുഷ്യനായി മാറും. അപ്പൊ വിജയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എത്രത്തോളം ബിസിനസ്സിൽ ബിസിയാവുന്നു അതിലും കൂടുതൽ എവിടെ ബിസിയാണ്? ഫാമിലിയിൽ ബിസിയാണ്. ഫാമിലിക്ക് ടൈം കണ്ടെത്തിയേ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ വളരണ്ടാന്ന്. വളരുകയാണെങ്കിൽ ഫാമിലിനെ ബാലൻസ് ചെയ്തിട്ട് വളർന്നാൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ സക്സസ് മാനേജ്മെന്റ് പറയാൻ. പ്രധാനപ്പെട്ട 3 എലമെന്റ്: 1 വളരുന്നതോടും വാല്യൂ കീപ്പ് ചെയ്യാം, 2 ഉള്ള പൈസ ഫുള്ള് നമ്മളെന്നല്ല ഒട്ടടിക്കണ്ട, ആ ബിസിനസ്സിനെ വളർത്താൻ ഉപയോഗിക്കണം, പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവരണം, 3 ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഫാമിലിന്റെ അടുത്തേക്ക് പോകാതെ കണ്ട, ഫാമിലിനെ ഇഗ്നോർ ചെയ്താൽ പണിയും. താങ്ക് യു ഡോക്ടർ.